എന്നാലും എന്തായിരിക്കും ജാക്സൺ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇനി എങ്ങാനും കിച്ചുവേട്ടന് ഇപ്പോഴും അവളെ ഇഷ്ടമാണോ? കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മമ്മി 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 എവിടെയാ? മമ്മി ഒരു ഗ്ലാസ് ചായ എടുക്കും മമ്മി. ഓ, എന്താടി പെണ്ണെ കിടന്ന് വിളിച്ചു പോകുന്നത്? ഞാനിവിടെ ഉണ്ട്, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല മമ്മി. ഒരു ഗ്ലാസ് ചായ എടുക്കോ? എന്തെങ്കിലും കഴിക്കാൻ കൂടെ എടുത്തോ കേട്ടോ, എനിക്ക് വിശക്കുന്നു മമ്മി. എടി ചിന്നു, നീ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, മര്യാദക്ക് പോയി ഫ്രഷ് ആയിട്ട് വാടി, എന്നിട്ട് കഴിച്ചാലും കുടിച്ചാലൊക്കെ മതി. എന്താ മമ്മി, ഞാൻ ഭയങ്കര ടയേർഡാ മമ്മി, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഒരു ഗ്ലാസ് ചായ താ മമ്മി. ഒരു ഗ്ലാസ് ചായ അല്ലേ ഞാൻ ചോദിച്ചോളൂ, ഒന്ന് താ മമ്മി. കഴിക്കാനും എന്തെങ്കിലും എടുക്കും, എനിക്ക് വിശന്നിട്ടല്ലേ. ചിന്നു, നിന്നോട് മര്യാദക്കല്ല ഞാൻ പറഞ്ഞത്, പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് കഴിക്കാനൊക്കെ തരാം. ഫ്രഷൊക്കെ പിന്നെ മമ്മി, പ്ലീസ് മമ്മി, എനിക്ക് തലവേദന എടുത്തിട്ടല്ലേ പ്ലീസ്. ഓ, ഈ പെണ്ണിനെ കൊണ്ട് ഒരു സ്വൈര്യം തരത്തില്ല ഇവള്. അവിടെ ഇരിക്കേ, ഇപ്പം എടുത്തോണ്ട് വരാന്നാ. മമ്മി, മമ്മിനോട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്താടി? അത് വേറൊന്നല്ല, നമ്മുടെ മിന്നുവിൻ്റെ കാര്യമാണ്. അല്ല, അവളെ ഇങ്ങനെ നിർത്തിയാൽ മതിയാ മമ്മി? നമുക്ക് അവളെ ഒന്ന് കല്യാണം കഴിപ്പിച്ചൊക്കെ അയക്കണ്ടേ? ഓ, അവളുടെ കാര്യമാണോ? അവളുടെ കാര്യമൊന്നും നിനക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. അതിന് അവളെ സമ്മതിക്കണ്ടേ? അവളിപ്പോൾ ജീവിക്കുന്നതേ കുഞ്ഞിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കല്യാണക്കാരും അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെന്നാൽ അവളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൂട്ടേ ഉള്ളൂ. ഇതിനു മുന്നേ നമ്മളതിന് ശ്രമിച്ചിട്ടുള്ളതാണല്ലോ, പക്ഷെ നടന്നില്ലല്ലോ. അത് മമ്മി അവളോട് പറയേണ്ട പോലെ പറയാഞ്ഞിട്ടാണ്. അവളുടെ കാര്യമല്ലേ, നമുക്ക് സമ്മതിപ്പിച്ചെടുക്കാന്നേ. പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ അവളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? എപ്പോഴും അവളും കുഞ്ഞും മാത്രമായിട്ട് ജീവിച്ചാൽ മതിയോ? അവർക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? നമ്മളെല്ലാവരും എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പം പിന്നെ അവൾക്കും കുഞ്ഞിനും മാത്രമായിട്ടൊരു കൂട്ട് എന്തായാലും വേണം. മമ്മി എന്തായാലും പപ്പയടുത്ത് ഒന്ന് സൂചിപ്പിക്കട്ടോ അവളുടെ കാര്യം. നല്ല പ്രപ്പോസൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ പറയും പപ്പേനോട്. അന്ന് ഞാൻ പറയാം. എന്നാൽ പിന്നെ അവളുടെ കൂടെ നമുക്ക് നിനക്കും കൂടി പ്രപ്പോസൽസ് നോക്കിയാലോടെ ചിന്നു. ഓ, പിന്നെയും പ്രപ്പോസലും കൊണ്ടുവരുന്നു. എൻ്റെ മമ്മി, ഞാനിപ്പോൾ അവളുടെ കാര്യമല്ലേ പറഞ്ഞ, അതിൻ്റെ ഇടയിൽ എന്തിനാ എൻ്റെ കല്യാണക്കാരെ എടുത്തിടുന്നേ? കല്യാണക്കാരും പറയുമ്പോൾ മാത്രം നീ എന്തിനും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ചിന്നു? സത്യം പറയടേ, നിനക്കത് ചുറ്റിക്കളിയില്ലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് നടക്കുന്നത്? ഓ, എൻ്റെ പൊന്നു മമ്മി, എനിക്ക് ഒരു ചുറ്റിക്കളിയില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സമയമാകുമ്പോഴത്തേക്കും മമ്മിയെടുത്തും പപ്പയെടുത്തും ഞാൻ തന്നെ വന്ന് പറഞ്ഞോളാം, ഓക്കെ? നിൻ്റെ ചുറ്റിക്കളിയൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഓ, എൻ്റെ അന്നക്കൊച്ചെ, എനിക്ക് ഒരു ചുറ്റിക്കളിയില്ല. നമുക്കിപ്പോൾ അവളുടെ കാര്യം ആദ്യം ശരിയാക്കാം, എന്നിട്ട് പയ്യൊക്കെ എൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ഞാൻ എന്തായാലും പോയിട്ട് ഫ്രഷ് ആയിട്ട് വരട്ടെ കേട്ടോ. സാറാമോ, ഇത്ര നാളായിടി നമ്മളൊന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ. എങ്ങനെ വിളിക്കാനും കാണാനൊക്കെയാ? നിനക്കപ്പോഴും തിരക്കല്ലേ? വിളിക്കുമ്പോഴായാലും സംസാരിക്കാനും നേരില്ലല്ലോ, പെട്ടെന്ന് വെച്ചിട്ട് പോകത്തില്ലേ? മനഃപൂർവ്വമല്ലല്ലോടി, എന്ത് ചെയ്യാൻ, ഇവിടെ തിരക്കായിട്ടല്ലേ. ഇവിടെ കുഞ്ഞുമൊക്കെ ഉള്ളത് കൊണ്ട് മൊത്തം തിരക്കാന്നേ. കുഞ്ഞുവിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, അപ്പം അതുകൊണ്ടാടി. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടി, എനിക്ക് മനസ്സിലാവുമല്ലോ നിന്റെ തിരക്കൊക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? സുഖമല്ലേ? പിന്നെ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ? അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഓ, ഇവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കുഞ്ഞു എന്ത് പറയുന്നു? ഞാൻ കുറേ നാളായി കൊച്ചിനെ കണ്ടിട്ട്. വരണം എന്ന് വിചാരിക്കും, പക്ഷേ ഓരോ തിരക്കായിട്ട് പിന്നെ അതങ്ങ് നീണ്ടു പോവും. എന്ത് ചെയ്യാനാ? ഓ, കുഞ്ഞുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഓരോ കുസൃതിയും കുറുമ്പൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്നു. പിന്നെ അവളുള്ളതുകൊണ്ട് ഞങ്ങൾക്കായാലും സമയം പോകുന്ന അറിയത്തില്ല. ആണല്ലേ? പിന്നെ നമ്മുടെ മിന്നു ചിന്നൊക്കെ എന്ത് പറയുന്നു? അല്ല, അവരെങ്ങനെ നിർത്താനാണോ നിന്റെ പ്ലാൻ? അവർക്ക് കല്യാണപ്രായമൊക്കെ ആയില്ലേ? കെട്ടിക്കണ്ടേ നമുക്ക് അവരെ? ആടി, വേണം, നോക്കണം. രണ്ടുപേർക്കും കല്യാണം നോക്കണം. ഇന്നിപ്പോൾ ചിന്നു വന്നിട്ട് പറയുമായിരുന്നു, മിന്നുവിനെ ഇങ്ങനെ നിർത്താനാണോ പ്ലാൻ, കല്യാണം നോക്കണ്ടേ? അവൾ അങ്ങനെയൊക്കെ പറയും, പക്ഷെ എന്നാലും അവൾക്കൊരു കൂട്ട് വേണ്ടേ? നമ്മളെല്ലാവരും എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ചിന്നു പറയുമായിരുന്നു. പിന്നെ ചിന്നുമോള് പറഞ്ഞാലും കാര്യമില്ലേ, എപ്പോഴും നമ്മളെല്ലാവരും കൂടെ കാണണം എന്നില്ലല്ലോ. അവൾക്കും കുഞ്ഞിനും മാത്രമായിട്ടൊരു കൂട്ട് എന്തായാലും വേണമല്ലോ. അത് ആടി വേണം. ഞാനിന്നിപ്പോൾ ഇച്ചായൻ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇച്ചായനോട് കാര്യത്തെപ്പറ്റി സംസാരിക്കാനിരിക്കും. എന്തായാലും നോക്കണം, എത്രയും പെട്ടെന്ന് രണ്ടുപേർക്കും നല്ല പറ്റിയ ഒരാളെയൊക്കെ കണ്ടുപിടിക്കണം. അതിൻ്റെ കാര്യം കൂടി പറയാനാണ് ഞാൻ വിളിച്ചത്. ഇവിടെ തന്നെ രണ്ടുപേരുള്ളപ്പോൾ നീ എന്തിനാടി പുറത്തുനിന്ന് അവർക്ക് ചെക്കന്മാരെ അന്വേഷിക്കുന്നേ?
ചിന്നും മിന്നും എൻ്റെ മക്കൾ തന്നെയല്ലേ, അവരെൻ്റെ കൺമുന്നിലൂടെ കളിച്ച് വളർന്ന പിള്ളേരാ. അതുപോലെ തന്നെ നിനക്കും എൻ്റെ 2 മക്കളെ നന്നായിട്ട് അറിയാലോ. പിന്നെ നമ്മൾ 4 പേരും കൂടിയിട്ടാണെങ്കിലും പണ്ടേ തീരുമാനിച്ചതല്ലേ അവരെ പരസ്പരം കെട്ടിക്കുന്ന കാര്യം. ചിന്നുവിന് തരുവെന്നും കിച്ചുവിന് മിന്നുവെന്നും നമ്മൾ പണ്ടേ പറഞ്ഞു വെച്ചതാണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് അത് തന്നെ ഒന്ന് ആലോചിച്ചൂടെ? എനിക്ക് അവർ 2 പേരും ഭയങ്കര ഇഷ്ടമാടി. നീ എനിക്ക് തന്നേക്ക് അവരെ. ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ ഒരു വിഷമവും വരാതെ നോക്കിക്കോളാം അവരെ. എടി അവർ 2 പേരും നിനക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, അത് അവരും കൂടി സമ്മതിക്കണ്ടേ. ചിന്നുവിനും തരുവിനും ചിലപ്പോൾ പ്രശ്നമൊന്നും കാണില്ലായിരിക്കും. പക്ഷേ കിച്ചു മിന്നു അവർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വറീഡാവണ്ട, അതൊക്കെ അവർ സമ്മതിച്ചോളും. ഒന്നില്ലെങ്കിലും ആ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേടി. അവർ 2 പേരും ഇതൊക്കെ മറക്കേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ അവർ സമ്മതിച്ചോളും. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരും എന്തായാലും സമ്മതിക്കും, അതെനിക്കറിയാം. ഇനി നീ പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. പക്ഷെ അവൻ്റെ പൂർണ്ണ ഇഷ്ടത്തോടെ അല്ലാതെ ഈ കല്യാണം നടത്തിയിട്ട് പിന്നെ എൻ്റെ മോള് വിഷമിക്കുന്ന കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് പറഞ്ഞതാടി. ഇല്ല അന്നമ്മോ, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് തോന്നുന്നത് അവർക്ക് ഇപ്പോഴും പരസ്പരം ഇഷ്ടമാണ്. പക്ഷെ അവർ 2 പേരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളായില്ലേ 2 പേരുടെ അടുത്തും എന്തെങ്കിലും കല്യാണക്കാരും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല. വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്നാൽ പരസ്പരം കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അതും പറ്റില്ല. നമുക്കെന്തായാലും ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് തന്നെ അവരുടെ അടുത്ത് സംസാരിച്ച് നോക്കാം. ഇനിയും ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ലാടി. ഇതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പിന്നെ നീ കുഞ്ഞിൻ്റെ കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ? മിന്നു ഇപ്പോൾ പണ്ടത്തെ പോലെ ഒറ്റക്കല്ല, അവൾക്കൊരു മോളും കൂടി ഉണ്ട്. അപ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് വേണം കിച്ചുവിന് വേണ്ടിയിട്ട് ആലോചിക്കാനാണെങ്കിലും മിന്നുവിനെ. അതെന്ത് വർത്താനാടി അന്നമ്മ നീ പറയുന്നേ? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാനീ ചോദിക്കുന്നത്. പിന്നെ കുഞ്ഞിനെ എനിക്ക് അറിയാത്തതാണോ? അവൾ ജനിച്ചപ്പോൾ തൊട്ട് ഓരോ കാര്യത്തിനും ഞാനും കൂടെ ഉണ്ടായിട്ടുള്ളതല്ലേ. എനിക്കും കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് തന്നെ ചോദിക്കുന്നതാടി ഞാൻ. ആടി എനിക്കറിയാം, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ സാറാമ്മോ. നീ ഇനി കൂടുതലായിട്ടൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, നമുക്ക് ഈ കാര്യം അങ്ങനെ തന്നെ തീരുമാനിക്കാം. ആടി സാറാമ്മോ, എന്നാ ഞാൻ ഇച്ചാൻ വരുമ്പോഴത്തേക്കും ഈ കാര്യം പറയാം. ആടി ഞാനും എന്തായാലും ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഇച്ചാനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാം. നീ മാതേശാനോട് ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞേക്ക്. എന്നിട്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലേക്ക് വരാങ്ങോട്. ആടി ശരി, ഞാൻ എന്നാ വെക്കുവാണ്. ഇവിടെ കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട്. രാത്രിത്തേക്കുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഞാൻ എന്നാ ചെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. ആടി അന്നമ്മോ, എന്നാൽ ശരി. ഇവിടെയും അവന്മാർ വന്നതിന് മുന്നേ എനിക്ക് പണിയൊക്കെ തീർക്കണം. ശരി എന്നാ ഞാൻ വെക്കുവാട്ടോ, നാളെ കാണാവേ. ഓ, ഇവിടെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ലല്ലോ. എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ചിന്നു ഒന്ന് ഫോൺ എടുക്കടി. ഇതാരാ ഈ നേരത്തെ വിളിക്കണം? ഹലോ, ആരാ? നിന്റെ തന്ത എന്താണ് കോപ്പി ഫോൺ എടുക്കുക? എത്ര നേരം എടുത്ത എനിക്ക്? നട്ടപ്പാതിരൊക്കെ വിളിച്ചിട്ട് എൻ്റെ തന്തയ്ക്ക് പറയുന്നു. നീ ആരുടെ പറ്റി? ഇവളെ കൊണ്ട് എടി പെണ്ണെ, ആ ഉറക്കത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റിട്ട് ആ കോളർ ഐ ഡി ഒന്ന് നോക്കടി. ഓ തരുമായിരുന്നോ? ഓ നിനക്കെന്താടാ നിനക്ക് ഈ പാതിരാത്രിക്ക് വേണ്ടേ? എടി ഒന്ന് പുറത്തേക്ക് വാ. പുറത്തേക്ക് വരാനോ? എന്തിന്? ഓ എടി, ഞാൻ ഇവിടെ നിന്റെ വീടിന്റെ താഴെ ഉണ്ട്, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. ഓ അതായിരുന്നു. എവിടെയുണ്ടെന്ന്? എൻ്റെ വീടിന്റെ താഴെയോ? എടാ നീ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? ഓ അതൊക്കെ ഞാൻ പിന്നെ പറയാടി, ആദ്യം നീ ഒന്ന് ഇറങ്ങി വാടി. ഒന്ന് പോയതിനോടൊന്നും ഞാനൊന്നും വരത്തില്ല. നീ മര്യാദക്ക് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരണോ? ഇവനെ കൊണ്ട് നീ എന്നെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാൻ സമ്മതിക്കില്ലല്ലേ തരൂ. അവിടെ നിക്ക്, ഞാനിപ്പോൾ വരാം. അതാണ് എൻ്റെ കൊച്ച്. വേഗം വാട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ വരുമ്പേ ആ ഡ്രസ്സും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല രസമെല്ലാം ഇട്ടിട്ട് വാട്ടോ. അതെന്തിനാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നേ? ഓ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, നീ ആദ്യം ചേഞ്ച് ചെയ്തിട്ട് വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ, വേഗം വാ. എന്താടാ കാട്ടുമാക്കാൻ നിന്റെ പ്രശ്നം? ഈ നട്ടപ്പാത്തിലേക്ക് എന്തിനാ നീ വന്നേ? അതൊക്കെ ഞാൻ പറയാം, നീ ആദ്യം ഇപ്പോൾ വണ്ടി കയറ്. വണ്ടി കയറാനോ? എന്തിന്? ഓ അതൊക്കെ പറയാം, നമുക്കൊരു സ്ഥലം വരെ പോവാം, നീ ആദ്യം കയറ്. പിന്നെ ഞാനൊന്നുമില്ല, നീ പോവാൻ നോക്കി. ചിന്നു, നീ മര്യാദക്ക് കയറുന്നോ അതോ ഞാൻ നിന്നെ എടുത്ത് കയറ്റണോ? വേണ്ട, ഞാൻ വരാം. ഇതാണ് എൻ്റെ കുട്ടി, ഗുഡ് ഗേൾ. എന്നാൽ വേഗം കയറിക്കോ.
എടാ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്നെങ്കിലും ഒന്ന് പറയടാ. അതൊക്കെയുണ്ട്, സർപ്രൈസാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് അറിഞ്ഞാൽ മതി നീ. ഇവന്റെ ഒരു കാര്യം. സ്ഥലത്തി ഇറങ്ങിക്കോ. സൂക്ഷിച്ചാണ് കേട്ടോ. ഇതെന്താ ഇവിടെ? അതൊക്കെ പറയാം, നീ വാ. നീ എന്നെ എങ്ങോട്ടാണ് ചെറുക്ക കൊണ്ടുപോകുന്നേ? സത്യം പറയടാ, നീ എന്നെ കൊല്ലം കൊണ്ടുപോകുന്നല്ലേ? ഓ എൻ്റെ പെണ്ണെ, ഇനിയും നീ വാ തുറന്ന മിക്കവാറും ഞാനത് ചെയ്യും. നിന്നെ വെട്ടി പീസാക്കി കായലിൽ കെട്ടിത്താത്തു ഞാൻ. എനിക്ക് അപ്പഴേ അറിയായിരുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞില്ല നീ എന്നെ കൊല്ലം കൊണ്ടുപോവാന്ന്. ഓ എടി, എൻ്റെ ചിന്നു ഒന്ന് മിണ്ടാതിരിക്കടി. നിന്നെ കൊല്ലാനൊന്നും അല്ല, വേറൊരു കാര്യത്തിനാണ്. ഒന്ന് സമാധാനപ്പെട്. എന്നാ ഓക്കെ. നീ ഒന്ന് കണ്ണടച്ചേ. നീ എന്തിന്? ഓ ഇവളെ കൊണ്ട് എടി ഒന്ന് കണ്ണടക്ക്. അടച്ച്. ഇനി കണ്ണോർന്നോ. സർപ്രൈസ്. ഇതെന്തിനത്? അതൊക്കെ പറയാം, നീ ഇത് ഒതുക്കേ. താങ്ക് യു. ഇതാ നോക്ക്, ഷാംപെയിൻ. ഹായ്, കൊള്ളാലോ. ചിന്നൂസിന് സർപ്രൈസ് ഇഷ്ടമായോ? ഇഷ്ടായി. അടിപൊളിയായിരുന്നു. അല്ല, എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു സർപ്രൈസ്? അത് പിന്നെ നമ്മുടെ പ്ലാനൊക്കെ ഇത്രയും സക്സസ്ഫുൾ ആയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ. ഓ, അത് നീ ഇതുവരെ വിട്ടില്ലായിരുന്നോ? ഞാനത് കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്കത് അങ്ങനെ ഇങ്ങനെയൊന്നും വിടാൻ പറ്റില്ലല്ലോ. കൊള്ളാം. എന്തേ ഇങ്ങനെ നോക്കുന്നേ? ചിന്നൂസേ, ഒരു കിസ്, ഒരു കിസ് പ്ലീസ് ടീ. ഒരു കിസ് ചെയ്തോട്ടെ. ഒറ്റൊരെണ്ണം അതിൽ നിർത്തിക്കൊള്ളണം. അതാലോചിക്കാം. നീ ആലോചിക്കാൻ നോട്ടാ. ഇപ്പൊ നിങ്ങ വന്നേ. എന്തോടെ പട്ടി, നീ ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കുന്നോ? ഇനി ഒരു മയത്തിലൊക്കെ ചെയ്യണ്ടേ? ഞാനിപ്പോൾ ചത്തുപോയനല്ലോ. എൻ്റെ ചുണ്ടും കടിച്ച് പൊട്ടിക്കും അവൻ. സോറി, അത് പിന്നെ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു ആവേശത്തിൽ പറ്റിപ്പോയതാ. സോറി, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി മര്യാദക്ക് ചെയ്യാം. അയ്യോ എൻ്റെ പൊന്നോ, വേണ്ട. ഒരു തവണ ചെയ്തുകൊണ്ട് മതിയായി. മോനിപ്പോൾ തൽക്കാലം അതുകൊണ്ട് തൃപ്തിപ്പെടട്ടോ. വേണ്ടെങ്കിൽ വേണ്ട. അല്ല, എന്തായി നിന്റെ ബാക്കി പ്ലാൻസ് ഒക്കെ? എങ്ങനെ പോകുന്നു? നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിന്ന് വീട്ടിൽ മമ്മിയടുത്ത് പറഞ്ഞായിരുന്നു മിന്നുവിനെ കെട്ടിക്കുന്ന കാര്യം. അപ്പോൾ മമ്മി പ്രപ്പോസൽസൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, പക്ഷെ എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ വെച്ച് ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും ജാക്സൺ ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചുവേട്ടൻ പ്രൊജക്റ്റിന് എഗ്രി ചെയ്തപ്പോഴത്തേക്കും ജാക്സൺ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് അത് അവളെ ദ്രോഹിക്കുമ്പോഴത്തേക്കും അത് കിച്ചുവേട്ടനും കൂടി ഹേർട്ടാവും, നീ അത് ഹൈഡ് ചെയ്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിടാം. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു കിച്ചുവേട്ടന് ഇപ്പോഴും അവളെ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ അത് പുറത്ത് കാണിക്കാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്കെന്ത് തോന്നുന്നടാ തരൂ? എൻ്റെയും ഒരു തോന്നൽ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവൻ എത്ര പ്രപ്പോസൽസ് വന്നാന്നറിയോ ഈ ഒരു കാലത്തിനിടയിൽ, പക്ഷെ ഒന്നും അവൻ എഗ്രി ചെയ്തില്ലല്ലോ. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും മിന്നു തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഞങ്ങളുടെ ഓഫീസിലായാലും അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ കുറേ റൂമേഴ്സൊക്കെ പറയുന്നത് ഞാനും കേട്ടായിരുന്നു. ഒന്നും അങ്ങോട്ട് വ്യക്തമല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ പറയുന്നു. അവർക്ക് ക്ലാരിറ്റി ഇല്ല അവരെന്താ പറയുന്നതെന്നുള്ളത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടതും അറിഞ്ഞതും. എന്തായാലും അവർക്കിടയിൽ എന്താ പറ്റിയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുള്ളൂ. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അവൻ്റെയും മിന്നുവിൻ്റെയും പ്രശ്നം സോൾവ് ചെയ്യാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ നീ നിന്റെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാനായിട്ട് മറക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. മോനെ ആയിരിക്കുമല്ലേ ആ ഹാപ്പിനെസ് എന്ന് ഉദ്ദേശിച്ചത്? കണ്ടുപിടിച്ച് കളഞ്ഞു കൊച്ചു കള്ളി.
എടാ എനിക്കറിയാം നമ്മൾ തമ്മിൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ കുറവാണ്. ഞാൻ ഫുൾ ഇതിൻ്റെ പുറകെയാണ്. നിന്നെയും അതിൻ്റെ വർക്ക്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡേ ചെയ്യുന്നില്ല ഒട്ടും തന്നെ. ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ നമുക്കവരുടെ പ്രശ്നമൊന്ന് സോൾവ് ചെയ്തെടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതിൻ്റെ പുറകെ തന്നെ നടക്കുന്നത്. സോറി കേട്ടോ. അയ്യോ, അതിന് നീ എന്തിനാ സോറി പറയുന്നേ? എനിക്കറിയാലോ, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ ഇതിനിറങ്ങി തിരിച്ച്, ഒരുമിച്ചല്ലേ പ്ലാനിങ്സ് നടത്തിയപ്പോൾ ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യുന്നേ. എൻ്റെ കൊച്ചിന് വിഷമമായി ഞാൻ പറഞ്ഞത്. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്കതൊക്കെ അറിയാലോ നന്നായിട്ട്. എൻ്റെ കൊച്ചിനെ ഞാൻ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ വേറെ ആരും മനസ്സിലാക്കാനാ. താങ്ക് യുടാ. താങ്ക് യു തരുസ്. താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. ഏയ് താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. വേണമെങ്കിൽ നേരത്തെ തന്ന പോലെ ഒരു കിസ്സായാൽ കുഴപ്പമില്ലായിരുന്നു. അയ്യോ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓ, നിനക്കല്ല എനിക്ക്. ഏയ് ബുദ്ധിമുട്ടൊന്നാവില്ലടി. വേണമെങ്കിൽ ഒരെണ്ണം കൂടി തന്നോ? അയ്യടാ മോൻ, അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി. ഇപ്പം തൽക്കാലത്തേക്ക് അതേ ഉള്ളൂ. താങ്ക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. കിസ്സൊന്നുമില്ല. ഓ തരില്ല? അത് ഏറ്റില്ല അല്ലേ? സാരില്ല. ഇല്ല, ഏറ്റില്ല. ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, എന്താ പ്ലാൻ? ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ? നമുക്ക് തിരിച്ചു പോകണ്ടേ? സമയം എത്രയെന്ന വിചാരം? പോണോ? ഇവിടെ ഇങ്ങനെ നിന്റെ കൂടെ ഇരിക്കാൻ നല്ല രസമുണ്ടടാ. എനിക്ക് പോവാനേ തോന്നുന്നില്ല. ആ പോവണ്ടെങ്കിൽ പോവണ്ടേ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. അയ്യടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇനിയും വീട്ടിൽ കയറിയിട്ടെങ്കിലേ മമ്മി രാവിലെ എണീക്കുമ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കും. ബാ, നമുക്ക് പോവാം. എന്നാ വായു പോവാം. അപ്പൊ ഓക്കെ, ശരി. എന്നാ നാളെ കാണാം. നാളെയോ? അയ്യോ, നാളെ നീ വരുന്നുണ്ടോ? ഓ ഞാൻ രാത്രി വരുന്ന കാര്യമല്ല പറഞ്ഞേ, നാളെ രാവിലെ വീട്ടിൽ വരുന്ന കാര്യമാണ് പറഞ്ഞേ. നാളെ രാവിലെയോ? അതെന്തിനാ? അപ്പൊ നിന്റെ മമ്മി ഒന്നും പറഞ്ഞില്ലേ? നാളെ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മമ്മിയോടെ പറയുന്നുണ്ടായിരുന്നു. അതെന്തിനാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചുമ്മാ വരാനായിരിക്കും. കുറെ നാളായില്ലേ ഞങ്ങളെല്ലാവരും അങ്ങോട്ടൊക്കെ വന്നിട്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ആഹാ, എല്ലാരും വരുന്നുണ്ടോ? അപ്പൊ കിച്ചുവേട്ടനും വരുന്നുണ്ടോ? വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും കൂടി പോകുന്ന കാര്യമാണ് മമ്മി പറഞ്ഞത്. പിന്നെ അവനോട് എങ്ങോട്ടാ പോണേന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മിക്കവാറും വരുമായിരിക്കും. പറയാതെ കൊണ്ടുവരാനായിരിക്കും പ്ലാൻ. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഓ ആണല്ലേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നാളെ കാണാം. ഓക്കെ ഡേ, ശരി. എന്നാ ഗുഡ് നൈറ്റ്. ഓക്കെ. ദേ ചെറുക്ക, പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഡ്രൈവ് ചെയ്യണം കേട്ടല്ലോ പറഞ്ഞേ. ഓ ശരി മാഡം. ശരിയുടെ എന്നാ ഞാൻ പോവാ. ബൈ. പപ്പ, നമ്മളെങ്ങോട്ടാ പപ്പ പോകുന്നേ? അതൊക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് അറിഞ്ഞാൽ മതി. എന്താ പപ്പ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ ചോദിച്ചോളൂ. അതിന് എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ചൂടായതല്ലോ, ഞാൻ കാര്യം പറഞ്ഞല്ലേ. ഞാനല്ലേ ഡ്രൈവ് ചെയ്യുന്നേ. അപ്പോൾ പോകേണ്ട സ്ഥലം ഏതാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഞാൻ എത്തിച്ചിരിക്കും. അതുകൊണ്ട് മോൻ ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. അവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. ഓ, തുടങ്ങി രാവിലെ തന്നെ രണ്ടും. ദേ മനുഷ്യ, നിങ്ങൾ ഡ്രൈവ് ചെയ്യല്ലേ? അതുകൊണ്ട് മര്യാദക്ക് മിണ്ടാതിരുന്ന് ഡ്രൈവ് ചെയ്തേ. മനുഷ്യന് ഇവിടെയും ഒരു സ്വസ്ഥത തരില്ല. അത് കലക്കി. പപ്പയ്ക്ക് വെറുതെ മമ്മിയുടെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടി. അത് തന്നെ, പപ്പ ചമ്മിപ്പോയി. മമ്മി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മി പൊളിച്ചു. എന്ത് പൊളിച്ചു? ദേ പിള്ളേരെ, നിങ്ങളോടും കൂടെ പറഞ്ഞാൽ ഞാൻ മിണ്ടായിരിക്കാനായിട്ട്. മര്യാദക്ക് അവിടെ മിണ്ടാതിരുന്നോ. സ്ഥലം എത്തുന്നവരെ ആരും മിണ്ടിപ്പോരുത്. കിട്ടിയല്ലോ, നിങ്ങൾക്കുള്ളതായല്ലോ. ഇപ്പൊ സമാധാനായില്ലേ? ദേ ഇച്ചായ. ഓ ഇല്ല, ഞാൻ നിർത്തി. ഞാൻ ഇനി മിണ്ടുന്നേ ഇല്ല. എന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇവിടെയോ? ഇതെന്താ പപ്പ ഇവിടെ? എന്താണ് ഇവിടെ വന്നാൽ കുഴപ്പം? കുറെ നാളായാലും ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട്. അപ്പോൾ മാത്യു എന്നെ വിളിച്ചപ്പോഴത്തേക്കും എല്ലാവരും കൂടി വരാൻ പറഞ്ഞവര്. അപ്പം അതുകൊണ്ട് വന്നതാ. എന്താ പപ്പ, ഇങ്ങോട്ടേക്കാണെങ്കിൽ നേരത്തെ അത് പറയാറുന്നില്ലേ? ഞാൻ വരില്ലായിരുന്നല്ലോ. എനിക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ടമല്ലാന്ന് അറിയില്ലേ? എന്നിട്ടും പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പറയാതെ കൊണ്ടുവന്നേ? ഡാ, നീ വരില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിന്നോട് പറയാതെ കൊണ്ടുവന്നേ. ദേ മാത്യു എന്നെയൊക്കെ അവിടെ നിൽക്കുന്നു. അവര് നോക്കുന്നു. മര്യാദക്ക് പെരുമാറിക്കോട്ടോ, അല്ലെങ്കിൽ നല്ലത് കിട്ടും എൻ്റെ കയ്യിൽ ചക്ക. മമ്മിയും ഇതിന് കൂട്ടിക്കാണോ? ദേ കിച്ചു, മിണ്ടാതെ മര്യാദക്ക് വന്നു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം നീ വാങ്ങിക്കേ. ദേ അന്നമോ, ദേ അവരെത്തിട്ടോ. വായോ, എല്ലാരും കേറി വായോ. എന്താ അവിടെ തന്നെ നിന്നാണ്? ഞാൻ അകത്തേക്ക് വാ, കേറി വാ. ആഹാ, അവരെത്തിയോ? വാ എന്നാ എല്ലാരും അകത്തേക്ക് കയറ്. കിച്ചുമോനെ, തരുമോനെ, വാടാ മക്കളെ, അകത്തേക്ക് കയറ്. എന്നെ മമ്മി. ഏട്ടാ വാ, അകത്തേക്ക് പോവാം. നീ നടക്ക്, ഞാൻ വരാം.
അന്നാമോ നീ ഇങ്ങ് സുന്ദരിയായിട്ടുണ്ടല്ലോടി. ഷോ ആണോ? നീ ഒട്ടും മോശമൊന്നുമല്ല, നല്ല ഗ്ലാമർ വെച്ചിട്ടുണ്ട് നിന്നെ കാണാനായിട്ട്. ആ ആണോ? ആ നമുക്കൊക്കെ ഇതൊക്കെ നോക്കാൻ എവിടെ നിന്നാടി നേരം? നമ്മൾ ഓരോ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലല്ലേ. സൗന്ദര്യമൊക്കെ നോക്കാൻ എവിടെ നിന്ന് സമയം കിട്ടിയിട്ടാ? ആടി സാറമ്മോ, ഈ പിള്ളേരൊക്കെ എന്തൊക്കെയാ മുഖത്ത് വാരിത്തേക്കുന്നേ? നമുക്കൊക്കെ ഇതിന് വല്ല നേരമുണ്ടോ? എപ്പോഴും ജോലി തിരക്കായിട്ട് ഇങ്ങനെ സമയം പോക്കാം. എവിടെ നിന്നാ നമുക്ക് ഇതൊക്കെ നോക്കാനും സമയം? പിന്നെ ദൈവം സഹായിച്ച് അന്നും ഒന്നും സൗന്ദര്യം ഒരേപോലെ നമുക്ക് നിലനിന്ന് പോകുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എടാ കോശി, വെറുതെ പറയുവാടാ. ഇവളെങ്ങാനും കടയിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പോകുന്നത് ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ സെക്ഷനിലേക്കാടാ. ഇവള് വാങ്ങിച്ച ബ്യൂട്ടി പ്രൊഡക്ട്സ് കൊണ്ട് ഈ വീട് മൊത്തം നിറഞ്ഞിരിക്കുക. എന്നിട്ടാ ഇങ്ങനെ പറയുന്നത്? ചുമ്മാ തള്ളുവാന്നേ. ആടാ മാത്യൂസേ, എനിക്ക് മനസ്സിലാകും. അവിടെയും ഏകദേശം ഇതൊക്കെ തന്നെയാടാ അവസ്ഥ. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും അവളുടെ ക്രീമും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ കുത്തുവാളെടുക്കുന്ന അവസ്ഥയാടാ. ആടാ സത്യം. എന്താ ചായ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല അന്നമ്മ, ഇവർക്ക് കുടിക്കാനൊന്നും എടുത്തില്ലല്ലോ എന്ന് പറയുമായിരുന്നു ഞാൻ. ഓ അയ്യോ, പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഇവരെ കണ്ടൊരു സന്തോഷത്തിൽ സംസാരിച്ചു നിന്നും വിശേഷങ്ങൾ പറഞ്ഞും ഞാൻ ആ കാര്യം മറന്നുപോയി. എടി സാറമ്മോ, എന്നാൽ ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം കേട്ടോ. ആ നീ ഒറ്റക്കോ ഉണ്ടടി, ഞാനും വരാം. പാപ്പന്മാരെ, നിങ്ങളുടെ മമ്മിമാരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഞാനത് പറഞ്ഞു കൊടുക്കട്ടെ മമ്മിമാരുടെ അടുത്ത്? അയ്യോ എൻ്റെ പൊന്നുമോനെ ചതിക്കല്ലേ. ഞങ്ങൾക്ക് കുറച്ച് നാളും കൂടി ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പറയുക. അല്ല കിച്ചുമോൻ എന്തോന്നും മിണ്ടാത്തെ? എന്താ മോനെ, മോന്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് തന്നെ പോകുന്നു മാത്യുപ്പ. നമ്മുടെ 2 കമ്പനീസും കൂടി കൊളാബറേറ്റ് ചെയ്യുകയാണല്ലേ? എന്നോട് മിന്നു പറഞ്ഞായിരുന്നു. എന്തായാലും നല്ല കാര്യം മോനെ. പണ്ട് നമ്മൾ 2 കമ്പനീസും കൂടി ഒരുമിച്ചാണല്ലോ നടത്തിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീടാണല്ലോ ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായത്, രണ്ടും 2 വഴിക്കായ. എന്തായാലും പിന്നെയും അത് 2ഉം കൂടി ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യാൻ പോവാന്ന് കേട്ടപ്പോഴത്തേക്കും പപ്പയ്ക്കും മമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി മോനെ. ഞാനത് അന്നമ്മനോട് പറയുമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല സന്തോഷമായി. ആടെ സത്യം, ഞാനും സാറമ്മയും ഈ കാര്യത്തെ പറ്റി സംസാരിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഭയങ്കര ഹാപ്പിയായി. പപ്പന്മാരെ, അത് സാറ് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നാ ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാ. നന്നായി മോനെ. എന്തായാലും വേമസാറ് കാരണം അങ്ങനെ ഒരു നല്ല കാര്യം നടന്നല്ലോ. എന്തായാലും വളരെ നന്നായത്. അല്ല മോനെ തരൂ, നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? മിന്നു നിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടോടാ? ഇല്ല പപ്പ, മിന്നുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് വളരെ ഈസിയാ പപ്പ. എല്ലാം നല്ല രീതിയിൽ തന്നെ മിന്നു പറഞ്ഞു തരും, കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വർക്ക് ബേർഡൻ ഒന്നും തരാറില്ല പപ്പ. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഫ്രീ മൈൻഡഡ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് മിന്നുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഓ ആണല്ലേ. അവള് പിന്നെ പണ്ടേ അങ്ങനെയാ, എല്ലാം നോക്കിയും കണ്ടും നല്ല രീതിക്ക് ചെയ്തോളും. പിന്നെ മതി മതി, ഇനി കഴിച്ചിട്ടും കുടിച്ചിട്ടൊക്കെ ആവാം ബാക്കി സംസാരമൊക്കെ. ദേ മക്കളെ, ജ്യൂസ് എടുത്ത് കുടിക്കട്ടോ. അല്ലടി അന്നാമ്മേ, പിള്ളേരെന്തേ? ആരെയും കണ്ടില്ലല്ലോ, കുഞ്ഞുവിനെയും കണ്ടില്ലല്ലോ. എവിടെ പോയി എല്ലാവരും? ഇവനിത് ആരെയാ നോക്കുന്നേ? എടേട്ടാ, നീ ആരെ അടയാ അന്വേഷിക്കുന്നേ? എന്ത്? ഞാൻ ആരെ അന്വേഷിക്കുന്ന? നീ ഒന്ന് പോടേർക്ക. സംതിങ് ഫിഷി. ഞാൻ കണ്ടുപിടിച്ചോളാം. അത് പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ ഡേ. അപ്പോൾ കുഞ്ഞുവിന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളെയും കൊണ്ട് പാർക്കിൽ പോയതാ മിന്നും ചിന്നും. ഇപ്പോൾ വരുമായിരിക്കും. കുറച്ച് മുന്നേ ചിന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം എത്തേണ്ട സമയമായി, ഇപ്പം തന്നെ എത്തുമായിരിക്കും അവർ. ഓ ആണല്ലേ. വന്നിട്ട് ഇത്രയും നേരമായിട്ടും അവരെ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. ദേ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും എത്തിയല്ലോ. അച്ഛടാ, സാറമ്മയുടെ കുഞ്ഞുമോളിങ് വന്നേ. അമ്മൂമ്മ ചോദിക്കട്ടെ, അമ്മൂമ്മയുടെ കുഞ്ഞ് എവിടെ പോയതായിരുന്നു? അതുണ്ടല്ലോ സാറമ്മ, ഞാനും മമ്മിയും മെമ്മിയും കൂടി പാർക്കിൽ പോയതാ. ആണോടാ തക്കരു? അമ്മൂമ്മയുടെ കുഞ്ഞിനും അമ്മൂമ്മ എന്തോന്നൊക്കെ കൊണ്ടുവന്നേക്ക് നോക്കിയേ. ദേ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്. ഇതൊക്കെ നോക്കി ഇഷ്ടായോ? എനിക്ക്
ചോക്ലേറ്റും ടോയ്സും ഒക്കെ ഭയങ്കര ഇഷ്ടം. എനിക്കിതെല്ലാം ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് അമ്മൂമ്മ. അച്ചോടാ ഉമ്മയുടെ മുത്താട്ടോ. മോളിതൊക്കെ കൊണ്ട് കളിച്ചോട്ടോ. ആ ശരി അമ്മൂമ്മ. അന്നമ്മൂമ്മ അപ്പച്ച മോള് മെല്ലേക്ക് പോവാട്ടോ. ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇതൊക്കെ കൊണ്ട് കളിക്കാൻ പോവാട്ടോ. ആടാ മോളെന്നാ മേളിലേക്ക് പൊക്കോട്ടോ. കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരുന്ന് കളിക്കണേ. ഇല്ല അമ്മൂമ്മ, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരുന്ന് കഴിച്ചോളാട്ടോ. ആടാ കുട്ട, ഗുഡ് ഗേൾ. മോനെന്നാ ചെല്ലട്ടോ. ഓക്കെ അമ്മൂമ്മ. ശരമ്മൂമ്മ മോളെന്നാ പോവാണേ മെല്ലേക്ക്. ആടാ കുഞ്ഞുസ് പോയിട്ട് വാട്ടോ. ചിന്നു മിന്നു എന്തേടി? അവള് കാറ് പാർക്ക് ചെയ്യാം മമ്മി, ഇപ്പൊ വരും. ചിന്നു മോളെ സുഖല്ലേടാ നിനക്ക്? ആ സാറേ മമ്മി, എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. ചിന്നു നീ ഒന്ന് കുഞ്ഞിന് ഡ്രസ്സ് മാറ്റിക്കൊണ്ടു. ആ മിന്നുമോളെ എവിടെയായിരുന്നു? സുഖല്ലേടാ മോൾക്ക്? സുഖമായിട്ടിരിക്കുന്നു കോശിപ്പ. ആ മോളെ, നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും നിങ്ങളോട് 4 പേരോടായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ പപ്പ? എന്താണെങ്കിലും പറഞ്ഞോ. നിങ്ങൾ 4 പേരുടെ കല്യാണവും ഞങ്ങൾ പണ്ടേ തന്നെ തീരുമാനിച്ചതായിരുന്നു. തരുവിനെ കൊണ്ട് ചിന്നുവിനെയും കിച്ചുനെ കൊണ്ട് മിന്നുവിനെയും കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ പിന്നെ അതെന്തായാലും അങ്ങോട്ട് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്താ ഇപ്പൊ പറയുന്നേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ 4 പേരുടെയും കല്യാണവും ഞങ്ങൾ ഫിക്സ് ചെയ്തു എന്ന്. ഞങ്ങളോട് ചോദിക്കാതെയോ? പപ്പ ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല പപ്പ. മമ്മി എന്തിനാ മമ്മി വെറുതെ? ഞാനും കുഞ്ഞും കൂടി ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം മമ്മി ഒറ്റയ്ക്ക്. എനിക്ക് കല്യാണമൊന്നും വേണ്ട മമ്മി. മിന്നുമോളെ, നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നിനക്കും കുഞ്ഞുനും എന്തായാലും ഒരു കൂട്ട് വേണോടാ നിൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടല്ലേ മമ്മിമാരും പപ്പമാരും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതുപോലെ തന്നെ ചിന്നു ആയാലും ചിന്നുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവളും അവളുടെ കുടുംബമൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോവും. എപ്പോഴും അവൾക്കും നിൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിനക്ക് മാത്രമായിട്ടും കുഞ്ഞിന് മാത്രമായിട്ടൊരു കൂട്ട് വേണ്ടേടെന്നായാലും. അത് മാത്രമല്ല മിന്നു, കുഞ്ഞു ഇപ്പോൾ വളർന്നു വരുക. അവൾക്കായാലും ഒരു പപ്പയുടെ പ്രസൻസ് അത്യാവശ്യമാണ് അവളുടെ ലൈഫിൽ. അവളുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസിനെ കാണുമ്പോഴത്തേക്കും അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവളുടെ പപ്പനെ പറ്റി അറിയാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കുഞ്ഞു നഴ്സറിയിൽ നിന്ന് വന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു അവളുടെ പപ്പനെ പറ്റി. പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ കാര്യം പറയാഞ്ഞതാ. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല മോളെ. അവൾ വളരുന്നതനുസരിച്ച് അവളുടെ മനസ്സിലെ ചോദ്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള കുട്ടികളുടെ പപ്പയും അമ്മയും ഓരോ പ്രോഗ്രാംസിനൊക്കെ നഴ്സറിയിൽ വരുമ്പോൾ അവൾക്ക് നീ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതൊക്കെ കാണുമ്പോൾ അവളുടെ കുഞ്ഞു മനസ്സ് വേദനിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളാരും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവൾ ചോദിക്കാത്തതാവും. പിന്നെ എന്തോ കാരണം കൊണ്ട് ഇന്നലെ അവൾ ആദ്യമായിട്ട് അങ്ങനെ പപ്പയെ പറ്റി ചോദിച്ചു. പക്ഷെ ഇനി അത് കൂടി വരാം ആ ഒരു ചോദ്യം. അപ്പോൾ എൻ്റെ മോള് അവളുടെ മുന്നിൽ ഉത്തരം മുട്ടി പോവരുത്. മമ്മി ഞാനും എൻ്റെ മോളും ആർക്കൊരു ബാധ്യത അവൻ ആഗ്രഹിക്കുന്നില്ല മമ്മി. ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ച് പൊക്കോളാം മമ്മി. പ്ലീസ് മമ്മി. ബാധ്യതയോ? എന്താ മിന്നുമോൾ ഈ പറയുന്നേ? സാറമ്മയുടെ അടുത്തേക്കല്ലേ മിന്നുമോള് വരുന്നേ? നിന്നെയും ചിന്നുമോളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം മോളെപ്പോലല്ലേ നോക്കുകയുള്ളൂ. നിനക്കായാലും കുഞ്ഞുനായാലും ചിന്നുനായാലും അവിടെ ഒരു വിഷമവും ഞാൻ ഉണ്ടാക്കില്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ മോളെ സാറമ്മ ചോദിക്കുന്നേ. മോളെ ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിനക്ക് വേണ്ടിയിട്ടില്ലെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും ഈ കല്യാണത്തിന് പപ്പയുടെ മോള് സമ്മതിക്കണം.
പപ്പയല്ലേടാ പറയുന്നേ? പപ്പ, ഞാൻ ഇങ്ങനെ കിച്ചു നിന്നോട് കൂടിയിട്ടാ പറഞ്ഞത്. മര്യാദയ്ക്ക് കല്യാണത്തിന് സമ്മതിച്ചോ? ഇല്ല പപ്പ, പപ്പ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പറ്റില്ല. അതെന്താടാ നിനക്ക് പറ്റാത്തെ? നിനക്ക് ഈ പ്രപ്പോസലും പറ്റില്ല, എന്നാൽ വേറെ വല്ലതും ആലോചിക്കാന്ന് പറഞ്ഞാൽ അതും നിനക്ക് പറ്റത്തില്ല. ദേ കിച്ചു, വെറുതെ ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് ഇപ്പോഴും മിന്നുവിന് ഇഷ്ടമാണെന്നുള്ളത്. പിന്നെ നീ ഇതിനെ വെറുതെ വാശി പിടിക്കുന്നേ? ഓക്കെ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയണം, ആരാണ് കുഞ്ഞിൻ്റെ പപ്പ എന്നുള്ളത്. അതിവള് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ് ഈ കല്യാണത്തിന്. എന്താ നിനക്ക് പറയാൻ പറ്റുമോ ആരാ നിന്റെ കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ളത്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ അത് ചോദിക്കുമ്പോൾ മാത്രം നിനക്ക് ഉത്തരം മുട്ടിപ്പോന്നേ? എടാ ഏട്ടാ, എന്താണിത്? നീ എന്തൊക്കെ ചോദിക്കുന്നേ മിന്നുവിനോട്? പിന്നെ ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റ്? എനിക്കറിയണ്ടേ? ഞാൻ അവളെ സ്വീകരിക്കുന്നതിന് മുന്നേ അവളുടെ കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? കിച്ചു മതി, നിർത്ത്. നീ മിന്നുവിനെ കല്യാണം കഴിക്കുകയാണെങ്കിലല്ലേ നിനക്ക് കൊച്ചിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാന്ന് അറിയേണ്ടതുള്ളൂ. അവളെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറാമ്മോ, നീ എന്തീ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് പറയണിച്ചായ? ഇവൻ ഇങ്ങനെ മിന്നുവിനെ വേദനിപ്പിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? അതും അവളുടെ പേരൻസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവൻ ഈ ചോദ്യോത്തരമൊക്കെ നടത്തുന്നത്. അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റുമോ? മാത്യു ചായ, അന്നാമോ, എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ഏയ് ഇല്ല സാറമ്മോ, അവൻ ചോദിച്ചാലും തെറ്റൊന്നുമില്ലല്ലോ. അവനത് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. മാത്യു ചായ, അവൻ ചോദിച്ചതിന് തെറ്റൊന്നുമില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവൻ ചോദിച്ച രീതി തെറ്റാണ്. അതിന് ഞാൻ അവന് വേണ്ടിയിട്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുക. പിന്നെ അത് മാത്രമല്ലല്ലോ ചായ, നമ്മളെല്ലാവരും കൂടി അന്ന് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് മിന്നുവിനോട് ഇനി ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, അവൾക്ക് എപ്പോഴാണോ നമ്മളോട് വന്ന് പറയാൻ തോന്നുന്നേ അപ്പോൾ അവളായിട്ട് തന്നെ വന്ന് പറയട്ടെ എന്നുള്ളത്. അപ്പോൾ എൻ്റെ മോൻ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് ശരിയായില്ല ചായ. അതവളെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. മമ്മി എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? ഇത്രയും നാളായിട്ടും അവൾക്ക് ആരോടും ഒന്നും വന്ന് പറയാൻ തോന്നിയില്ലല്ലോ. അത് ആരാ എന്താ എന്നൊന്നും. എന്നിട്ടും മമ്മി പിന്നെ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? കിച്ചു, നീ മിണ്ടാതിരുന്നേ. കിച്ചു, എൻ്റെ മോന് പിന്നീട് കുറ്റബോധം തോന്നുന്നൊരു ദിവസം ഉണ്ടാകരുത്. അതുകൊണ്ട് മമ്മി ഒന്നുകൂടെ ചോദിക്കുക, നിനക്ക് മിനുവിനെ സ്വീകരിക്കാൻ പറ്റോ ഇല്ലയോ? ഇല്ല മമ്മി, ഞാൻ ചോദിച്ചതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവൾ എനിക്ക് തരാത്തിടത്തോളം കാലം എനിക്ക് അവളെ സ്വീകരിക്കാൻ പറ്റില്ല മമ്മി. ശരി. മാത്യു ചായ, അന്നാമോ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ 2 മക്കളെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഞങ്ങൾ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടന്നിരിക്കും. എനിക്ക് ആൺമക്കൾ 2 പേരാ. സാറാമ്മോ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇച്ചായ, മാത്യു ചായ, അന്നാമ്മേ, പിള്ളേ, ഇത് നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. കിച്ചുവിന് മിന്നുവിനെ കല്യാണം കഴിക്കുന്നതിനല്ലേ ഓരോ കാര്യങ്ങൾ അറിയേണ്ടതും പറയേണ്ടതൊക്കെ ഉള്ളൂ. പക്ഷെ അത് ചിന്നുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കിച്ചു ചിന്നുവിനെ കല്യാണം കഴിച്ചോളും. അതേപോലെ എൻ്റെ തരുമോൻ കല്യാണം കഴിച്ചോളും മിന്നുമോളെ. മമ്മി, ഇതാണ് എൻ്റെ തീരുമാനം. ഈ തീരുമാനത്തിന് ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ പിന്നെ ആരും ഈ സാറമ്മയെ ജീവനോടെ കാണില്ല, ഓർത്തോ? മമ്മി, എന്തിനാ മമ്മി വെറുതെ? വേണ്ട മമ്മി, ഇതൊന്നും. ഇല്ല മിന്നുമോളെ, മോള് കരയല്ലേ. മോളെ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് വേദനിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. കിച്ചുവിനെ പോലെയല്ല എൻ്റെ തരുമോൻ. അവൻ മോളെ ഇതും പറഞ്ഞ് വേദനിപ്പിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. തരുമോനെ, മോനോട് മമ്മി ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പ്ലീസ് മോനെ, മോൻ മിനുവിനെ സ്വീകരിക്കില്ലേ? മമ്മിയല്ലേടാ പറയുന്നേ. ഈ മമ്മിക്ക് വേണ്ടി മോൻ മിനുവിനെ കല്യാണം കഴിക്കണം. പറ്റില്ല എന്ന് മാത്രം പറയരുത് മോനെ. ഇനി നിനക്കും പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ നീ ഈ മമ്മിയെ കാണില്ല തരൂ, അതോർത്തോ. മമ്മി